കാൽപ്പാടുകൾ പിന്തുടരുന്നു. വലിയവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവേ, എന്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാദങ്ങൾ പതറിയിട്ടോ നിറയും പേരുവഴി തട്ടി ശിവാമേ താഴ്ത്തിടുന്നു യൂദർക്കൈ കാലുകൾ ആണികളാ. ിക്കുമ്പോൾ നിന്റെ മുഖം പ്രകാശിക്കുന്നു. എന്നാൽ ദൈവം ഇതെല്ലാം കണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന് വിളിച്ചു ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആദ്യമായിട്ട് അവനോട് ചോദിച്ചു, ഈശോയെ കുരിശിൽ തറച്ചെടുത്ത് നീ ഉണ്ടായിരുന്നുവെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? ആദ്യത്തെ ചോദ്യമാണ്. യേശുവിനെ കുരിശിൽ തറയ്ക്കുന്ന ഇടത്ത് നീ ഉണ്ടായിരുന്നുവെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? അപ്പോൾ ആ ചെറുപ്പക്കാരൻ മാർപ്പാപ്പയോട് പറഞ്ഞു, പടിയാളികളെ തട്ടി മാറ്റി ഈശോയെ ഞാൻ രക്ഷിക്കുമായിരുന്നു. മാർപ്പാപ്പ പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക. മാർപ്പാപ്പയ്ക്ക് ഈ ഉത്തരം ഒട്ടും പിടിച്ചില്ല. നിനക്ക് ക്രിസ്ത്യാനി ആകുവാൻ സമയമായിട്ടില്ല, നീ പൊയ്ക്കൊള്ളുക. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും ഈ ചെറുപ്പക്കാരൻ മാർപ്പാപ്പയോട് ഈ ആഗ്രഹം പറഞ്ഞുകൊണ്ട് വീണ്ടും വന്നു എന്നാണ് ചിന്തിക്കുവാൻ സാധിക്കുമോ? ഈ കുരിശിന്റെ മറുവശം നമ്മൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? കാണണം. ഓർക്കുക, ഇന്ന് ഇവിടെ ഇരിക്കുന്ന നമ്മിൽ പലരും ഈ കുരിശിന്റെ ഈ ഭാഗത്ത് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നവരാണ്. എങ്ങനെയാണ് ഈ കുരിശിന്റെ ഈ ഭാഗത്തേക്ക് നമ്മൾ വന്നിരിക്കുന്നത്? ഇന്ന് ഞാനൊരു മാറാ രോഗിയെങ്കിൽ, ഇന്നൊരു ക്യാൻസറിന് പിടിപെട്ട് ചികിത്സിച്ച് എന്റെ പണം മുഴുവനും ഞാൻ മുടക്കി രക്ഷയില്ല എന്ന് ഡോക്ടർമാർ പറയുമ്പോഴും